നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. നിന്റെ അമ്മയോടും സൂര്യയോടും പറയണം. വേണ്ട, ഒരിക്കലും ഞാൻ അറിയാതെ നിന്റെ നാവിൽ നിന്നും ഈ സത്യം പുറത്തു വരരുത്. ഭാവന, നീ എന്താ ഇങ്ങനെ? അതെ, തൽക്കാലം നമ്മൾ മാത്രമേ ഇതറിയാവൂ. ഈശ്വരൻ ഇതുവരെ എന്നെ കാത്തു, ഇനി എന്നെ കാത്തോളൂ. അതെ മോളെ, മോൾക്ക് എന്നും തുണയായി ഈശ്വരനുണ്ട്. അറിയാതെ ചെയ്തു പോയ തെറ്റിന് ഈ മഹാഭാവിയോട് പൊറുക്കില്ലേ മോളെ, പൊറുക്കില്ലേ മോളെ. മകന്റെ വിവാഹം നിലവിൽ കുറിച്ചിരിക്കുന്ന അതേ മുഹൂർത്തത്തിൽ തന്നെ നടക്കും. ഈ ദിവസം ധാരാളം മംഗളകർമ്മങ്ങൾ ഇതേ സമയം തന്നെ നടക്കുന്നുണ്ട്. അതെ, ഭാവനയ്ക്ക് കുറിച്ച് അതേ ദിവസം തന്നെ കല്യാണം നടത്തണോ? എന്താ നടത്തിയാല്? എങ്ങനെങ്കിലും ഈ കല്യാണം നടക്കട്ടെ, മിണ്ടരുത്. പെൺകുട്ടിയുടെ നാളും മകന്റെ നാളും തമ്മിൽ ചേർച്ചക്കുറവൊന്നും കാണുന്നില്ല. എന്താ ഈ മുഹൂർത്തം കുറിക്കട്ടെ? ഓ തിരുമേനി, ഞങ്ങൾക്കും അതാ സൗകര്യം. കണ്ടു ദേവേട്ട, ഈ മുഹൂർത്തത്തിൽ തന്നെ നമ്മുടെ മകന്റെ വിവാഹം നടക്കാനാ വിധി. പക്ഷെ അവൻ ഇഷ്ടപ്പെട്ട പെണ്ണല്ലല്ലോ മാനസമോളെന്ന വിഷമമേ എനിക്കുള്ളൂ. ഇവിടെ ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാം വിധി പോലെ ഒന്ന് നടക്കട്ടെ. ഇപ്പോഴും ദേവേട്ടന്റെ മനസ്സിൽ ഭാവനയാ. ആ മുഖം കണ്ടാൽ അറിയാം മാനസയെ ഉൾക്കൊള്ളാൻ ദേവേട്ടനുമായിട്ടില്ലെന്ന്. എന്താ ആന്റി, അങ്കിളെന്താ പോയത്? ദേവേട്ടന് 2 സമ്മതമാണെന്ന് നമുക്കറിയാലോ. എന്നാലും ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയതാ. എല്ലാം വിധി പോലെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി. ആന്റി ധൈര്യമായിട്ടിരിക്കെ, ആദ്യം ഞങ്ങളുടെ കല്യാണം ഒന്ന് കഴിയട്ടെ, പിന്നെ അങ്കിളിനെ ഞാൻ എങ്ങനെയാ മാറ്റിയെടുക്കുന്നതെന്നൊന്ന് കണ്ടോ. ജി ഒന്ന് വന്നേ. എന്താ വരാൻ? എന്താ ഏട്ടത്തി? അതെ, നേരത്തെ കുറിച്ച് മുഹൂർത്തം വേണ്ടാന്നൊരു തോന്നല്. അതെന്ത് പറ്റി ഏട്ടത്തി? ഒരിക്കൽ മുടങ്ങിപ്പോയ മുഹൂർത്തമല്ലേ, വീണ്ടും എന്തെങ്കിലും തടസ്സം വന്നാലോ? ഏട്ടത്തി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. എന്തുകൊണ്ടും ഈ മുഹൂർത്തം തന്നെയാ നല്ലത്. അതെ, ഇല്ലെങ്കിലേ ഇനി കല്യാണം നീണ്ടങ്ങ് പോവും. അതെ ഏട്ടത്തി, ഇപ്പോഴാവുമ്പോ കല്യാണ മണ്ഡപവും മറ്റെല്ലാ അറേഞ്ച്മെന്റ്സും നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. അതെ അമ്മേ, സാധാരണ പെണ്ണു വീട്ടുകാർ ചെയ്യേണ്ടതെല്ലാം ഭാവനയ്ക്ക് വേണ്ടി ആന്റിയും സൂര്യയും കൂടി നേരത്തെ തന്നെ ചെയ്തില്ലേ? പക്ഷേ
വിധി നമ്മുടെ മോൾക്കായിരുന്നു അനുകൂലം. ഇനി ഇൻവിറ്റേഷൻ ലെറ്റർ മാത്രമേ നമ്മൾ വേറെ ചെയ്യേണ്ടതുള്ളൂ. ഹ, അതൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തോളാം. ഏട്ടൻ തന്നെ ഏർപ്പാടാക്കേണ്ടി വരും. അല്ലാതെ സൂര്യ ഇനി തയ്യാറാവില്ല. അവനീ വിവാഹത്തിന് സമ്മതിച്ചത് തന്നെ പുണ്യം. ഞാനൊരു അഭിപ്രായം പറഞ്ഞാൽ സ്വീകരിക്കൂ. ആദ്യം എന്താന്ന് പറയേട്ടത്തി. ഭാവനയും കുടുംബത്തെയും കല്യാണത്തിന് ക്ഷണിക്കണോ? നല്ല കാര്യം. സൂര്യ ഈ പറഞ്ഞത് കേൾക്കണ്ട. എങ്കിൽ ആ നിമിഷം ഈ കല്യാണം ഇവിടെ നിൽക്കും. നമ്മൾ അവര് തമ്മിലുള്ള വിവാഹമേ വേണ്ടെന്ന് വെച്ചിട്ടുള്ളൂ. അവരുടെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന് വെച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ പിന്നെ മാനസമോള് വേണം അവരെ പിരിക്കണോ അടുപ്പിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത്. അതൊക്കെ എന്റെ മോള് നോക്കിക്കോളൂ. ഇനി മുതൽ ഇവളുടെ പ്രധാന ജോലി തന്നെ ഭാവനയെ സൂര്യയിൽ നിന്ന് അകറ്റുക എന്നാ. എല്ലേ മോള്? എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നിനക്കിപ്പോ സന്തോഷായില്ലേ? ആ, വാ, വാ, വാ. ചെല്ലട്ടെ. നീ എന്താ താഴേക്ക് വരാതെ? മുഹൂർത്തം കുറിച്ചു. നിന്റെയും ഭാവനയുടെയും വിവാഹ മുഹൂർത്തം തന്നെ ഈ ജ്യോത്സ്യനും കുറിച്ച്. അന്ന് നല്ല മുഹൂർത്തമാണെന്ന് ആ ജ്യോത്സ്യം പറഞ്ഞു. അച്ഛാ, എനിക്കതൊന്നും കേൾക്കണ്ട. ഞാൻ മാനസികമായിട്ടുള്ള വിവാഹത്തിനെ സംബന്ധിച്ച തന്നെ എൻ്റെ അമ്മയെ കരുതിയിട്ട് ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിതം എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല. കണ്ണടച്ചാലും തുറന്നാലും ഭാവനയുടെ മുഖം മുന്നിൽ. പിന്നെ എങ്ങനെയാ അച്ഛാ ഞാൻ മാനസയോടൊപ്പം ജീവിക്കുന്നത്? അമ്മയോട് കാര്യം പറയണ്ട. അച്ഛനെങ്കിലും എന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും മോനെ. പക്ഷെ എന്ത് ചെയ്യാനൊക്കെ? നിന്നെ വേണ്ടെന്ന് വെച്ചത് ഭാവനയല്ലേ? ഒരിക്കലും നമ്മളാരും പ്രതീക്ഷിക്കാത്തതല്ലേ സംഭവിച്ചത്? ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അച്ഛാ. അതെന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ഞാനും ഭാവനയെ ഒന്നാകാതിരിക്കാൻ വേണ്ടി ആരൊക്കെയോ കളിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും അവസാന നിമിഷം വരെ ഞാൻ ഭാവനയ്ക്ക് വേണ്ടി കാത്തിരിക്കുക വെച്ചാ. നിന്റെ വിശ്വാസങ്ങളും പ്രതീക്ഷകളും പരിശ്രമങ്ങളുമാണ് നിന്നെ ഇതുവരെ കൊണ്ടെത്തിച്ച്. അതുപോലെ ഇനിയും നടക്കും. ഈശ്വര, എൻ്റെ മോൻ്റെ കല്യാണം നടക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ടും എനിക്കൊന്ന് സന്തോഷിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ഭാവനയിൽ നിന്ന് എൻ്റെ മോനെ രക്ഷിക്കണോ എന്നൊരു ചിന്ത മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാനത് നേടുകയും ചെയ്തു. പക്ഷേ ഇവിടെ എനിക്ക് എൻ്റെ ജീവന പകരം വെക്കേണ്ടി വന്നത്. എനിക്കറിയാം ഞാൻ ചെയ്തതിൻ്റെയൊക്കെ ശിക്ഷയാണ് ഈ അസുഖമെന്ന്. എങ്കിലും എനിക്ക് വിഷമമല്ല. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ സൂര്യയുടെ വിവാഹം നടക്കുമല്ലോ. എനിക്കത് മതി. ആന്റി, എന്താ ആലോചിക്കുന്നത്? ഇതുവരെയുള്ള ചതുരംഗ കളിയിൽ ഞാൻ ജയിച്ചെങ്കിലും ജീവിതത്തിൽ ഞാൻ തോറ്റുപോയില്ലേ? ആന്റി ഒരിടത്തും തോറ്റുപോവില്ല. ദേ, തോക്കാൻ ഞാൻ അനുവദിക്കേയില്ല.
കല്യാണം നിശ്ചയിച്ചതും മുഹൂർത്തം കുറിച്ചതൊക്കെ നമുക്കാ സന്തോഷം. അങ്കിളിനും സൂര്യക്കൊന്നും അതിൽ സന്തോഷമില്ല.